നമസ്കാരം. ആശാ ഷോർട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. ക്രിസ്മസ് വിപണി ഉണർന്നു കഴിഞ്ഞു. നാളെയാണ് ക്രിസ്മസ്. പലതരത്തിലുള്ള കേക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ക്രിസ്മസ് വിപണി. നീളത്തിലുള്ളതും ചതുരത്തിലുള്ളതും വട്ടത്തിലുള്ളതും, ഡേറ്റ്സ് കേക്ക്, ബനാന കേക്ക്, ക്യാരറ്റ് കേക്ക്, ചോക്ലേറ്റ് കേക്ക്, ഷുഗറുള്ളതും ഷുഗറില്ലാത്തതും, മുട്ടയുള്ളതും മുട്ടയില്ലാത്തതും, അങ്ങനെ പലതരത്തിലുള്ള കേക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ക്രിസ്മസ് വിപണി. അത്രമാത്രം പ്രത്യേകതയുണ്ട് ക്രിസ്മസ് കേക്കിന്. എത്ര വിലയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ക്രിസ്മസ് കേക്ക് വാങ്ങണം എന്നുള്ളത് നിർബന്ധ ബുദ്ധിയാണ് എല്ലാവർക്കും. അങ്ങനെയുള്ള ഒരു പ്രത്യേകത ഉള്ള ഒരു ക്രിസ്മസ് കേക്കിനെ പറ്റിയാണ് ഇന്നത്തെ വിശേഷം. അതിനു മുമ്പായി ആശാ ഷോർട്സിൻ്റെ വീഡിയോസ് കാണുന്ന ഫേസ്ബുക്കിലും യൂട്യൂബിലും സോഷ്യൽ മീഡിയയുടെ പലവിധ പ്ലാറ്റ്ഫോമുകളിൽ കൂടെ ആശാ ഷോർട്സിൻ്റെ വീഡിയോസ് കാണുകയും ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുന്ന എല്ലാവർക്കും ഉള്ള നന്ദിയും ക്രിസ്മസ് ദിന ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്നും ഓർമ്മപ്പെടുത്തുന്നു. ഇന്നത്തെ വിശേഷം പ്രത്യേകത നിറഞ്ഞ ഒരു ക്രിസ്മസ് കേക്കിനെ പറ്റിയാണ്. ക്രിസ്മസ് കേക്കല്ലേ, എന്താ ഇത്ര പ്രത്യേകത എന്ന് എല്ലാവർക്കും തോന്നും. ഒരു ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കുന്നത് എല്ലാം ഒരേ ചേരുവകൾ വെച്ചാണ്. നേരത്തെയുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞു, മൈദാമാവും ഫ്രൂട്ട്സും മുട്ടയും പാലും പഞ്ചസാരയും ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ക്രിസ്മസ് കേക്ക്. എന്നാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ക്രിസ്മസ് കേക്ക് വളരെയേറെ പ്രത്യേകത നിറഞ്ഞതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, എല്ലാ ക്രിസ്മസിനും മുടക്കം കൂടാതെ വീട്ടിൽ വാങ്ങിക്കൊണ്ട് വരുന്ന ക്രിസ്മസ് കേക്കാണത്. അത് എൻ്റെ അച്ഛൻ വാങ്ങിക്കൊണ്ട് വന്നിരുന്ന ക്രിസ്മസ് കേക്കാണ്. ഒരു ക്രിസ്മസ് കേക്ക് വാങ്ങി ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സാമ്പത്തിക ഭദ്രതയൊന്നും ഉണ്ടായിരുന്നില്ല. റിട്ടയർമെൻറ്റ് കാലത്ത്, വലുതായ വരുമാനമൊന്നും ഇല്ലാതിരിക്കുന്ന കാലത്ത്, വീട്ടിലെ നിത്യ ചെലവിന് മാത്രമുള്ള സാമ്പത്തികം ഉള്ള സമയത്താണ് ഈ ക്രിസ്മസ് കേക്ക് ക്രിസ്മസിനായി പ്രത്യേകമായി വാങ്ങി വരുന്നത്. അത് മുടക്കം കൂടാതെ എല്ലാ ക്രിസ്മസിനും എൻ്റെ അച്ഛൻ വാങ്ങിക്കൊണ്ട് വരുമായിരുന്നു. എനിക്കാന്ന് പറഞ്ഞാലും ജോലിയൊന്നുമില്ലാതെ, ജോലി കിട്ടുന്നതിന് മുമ്പ് വെറുതെ വീട്ടിൽ കുറച്ചു കാലം ഇരുന്നു. ആ ഒരു സമയത്താണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. അതിനാലാണ് ഇപ്പോൾ ഞാനത് ഓർത്തെടുക്കുന്നത്. എൻ്റെ മനസ്സിൽ ക്രിസ്മസിൻ്റെ തലേദിവസം ടൗണിൽ പോയി തിരികെ വരുന്ന പിതാവിൻ്റെ രൂപം നിൽക്കുന്നു. ഒരു കയ്യിൽ പ്ലാസ്റ്റിക് കവർ, ബക്കറ്റ്, നമ്മൾ പറയുന്ന ബക്കറ്റ് കവർ എന്ന് പറയുന്ന കവറിൽ, പ്ലാസ്റ്റിക് കവറിൽ കേക്കായിരിക്കും. ആ കേക്ക് മാത്രമേ കാണുള്ളൂ. മറ്റുള്ള സാധനങ്ങളൊന്നും അങ്ങനെ വാങ്ങിക്കാറ് പതിവില്ല. ഈ പ്ലാസ്റ്റിക് കവറും തൂക്കിപ്പിടിച്ച് കയറി വരുന്ന ഒരു രൂപം എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നു. ഇത് പ്രത്യേകിച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ക്രിസ്മസ് കാര്യമായി ആഘോഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടായിരുന്ന സമയമല്ല. ഞാനും ജോലിയില്ലാതെ വീട്ടിലിരിക്കുകയാണ്. വരുമാന മാർഗങ്ങൾ ഒന്നും തന്നെ കാര്യമായിട്ടുള്ളത് ഇല്ല. വീട്ടിലെ ചിലവുകൾ കഴിയുക മാത്രമേ ഉള്ളൂ. എങ്കിലും ക്രിസ്മസിൻ്റെ തലേദിവസം അച്ഛൻ അടുത്തുള്ള ടൗൺ ഏരിയയിലേക്ക് പോകും. ഇടയ്ക്കിടയ്ക്കൊക്കെ ടൗൺ ഏരിയയിൽ പോകാറ് പതിവുണ്ട്. ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ടൗൺ ഏരിയയിൽ പോകും. അങ്ങനെ കൂടുതൽ സാധനങ്ങളൊന്നും വാങ്ങാറില്ല. എങ്കിലും വെറുതെ പോയിട്ട് കുറച്ച് സാധനങ്ങൾ കയ്യിൽ കരുതി വരും. എങ്കിൽ ക്രിസ്മസിന് ഒരിക്കലും മറക്കാതെ, മുടക്കമില്ലാതെ കൊണ്ടുവരുന്ന ഒരു സാധനമായിരുന്നു ഈ ക്രിസ്മസ് കേക്ക്. അതൊരു പ്ലം കേക്കായിരുന്നു. 1/2 കിലോ മാത്രമുള്ള ഒരു പ്ലം കേക്ക്. അതൊരെണ്ണമേ വാങ്ങാറുള്ളൂ. എങ്കിലും ഞാൻ ഇപ്പോൾ ഓർക്കുന്നു, ഒരു ക്രിസ്മസിനും മുടക്കം വന്നിട്ടില്ല. എല്ലാ ക്രിസ്മസിനും ക്രിസ്മസിൻ്റെ തലേദിവസം ടൗൺ ഏരിയയിൽ പോയി തിരികെ വരുമ്പോൾ
ഈ പ്ലാസ്റ്റിക് കവറ് കയ്യിൽ തൂക്കി വരുന്ന അച്ഛൻ്റെ രൂപം ഇപ്പോഴും എൻ്റെ കണ്ണു മുന്നിൽ നിൽക്കുന്നു. ദൂരെ നിന്ന് വരുന്നത് കാണുമ്പോൾ തന്നെ, കയ്യിൽ പ്ലാസ്റ്റിക് സഞ്ചിയുമായി വരുന്നത് കാണുമ്പോൾ തന്നെ വീട്ടിലിരിക്കുന്ന ഞങ്ങൾക്ക് മനസ്സിലാകും കേക്ക് വാങ്ങി വരികയാണ് എന്ന്. കാരണം അത്രയ്ക്ക് ഉറപ്പാണ് ക്രിസ്മസിൻ്റെ തലേദിവസമാകുമ്പോൾ ഒരു പ്ലം കേക്ക് വാങ്ങിക്കൊണ്ട് വരും എന്നുള്ളത്. ഇന്നെനിക്ക് അത് വളരെയേറെ അത്ഭുതവും സന്തോഷവും ആയി തോന്നുന്നു. അന്നൊന്നും അത്ര കാര്യമാക്കി എടുത്തില്ല എങ്കിലും ഇപ്പോൾ ക്രിസ്മസിൻ്റെ കൂടുതലായിട്ടുള്ള പ്രാധാന്യങ്ങളും സ്വന്തമായിട്ടുള്ള വരുമാനം വെച്ച് ക്രിസ്മസ് കേക്കുകൾ വാങ്ങുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ എനിക്കതിൻ്റെ പ്രാധാന്യം കൂടുതലായി മനസ്സിലാകുന്നു. അതിനുശേഷം എനിക്ക് ജോലി തരപ്പെട്ടു. ഞാൻ അടുത്ത് തന്നെ ഒരു ജോലി സ്ഥാപനത്തിൽ കയറി. ജോലി ആയതിനു ശേഷം ഞാൻ ഇതുപോലെയുള്ള ക്രിസ്മസ് ആഘോഷങ്ങൾക്കും ഓണത്തിനുള്ള ആഘോഷങ്ങൾക്കും മറ്റുമുള്ള സാധനങ്ങളൊക്കെ തന്നെ ഞാൻ തന്നെ വാങ്ങി വരുമായിരുന്നു ടൗണിൽ നിന്ന്. അങ്ങനെ വന്ന കൂട്ടത്തിൽ ഞാൻ ക്രിസ്മസിന് കുറേ അധികം സാധനങ്ങളൊക്കെ വാങ്ങി വന്നു. ഡ്രസ് ഐറ്റംസ് ഒന്നും എടുക്കാറ് പതിവില്ല. എന്തോ എനിക്കതിന് വലിയ താല്പര്യമില്ല. എങ്കിലും ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഓണത്തിന് പുതുകോടികൾ എടുക്കുന്നത് പോലെ ക്രിസ്മസിന് പുതുകോടികൾ ആരും എടുക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ക്രിസ്മസിന് ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഇറച്ചിയും അപ്പവും അതുപോലെ കേക്കും അങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾക്കാണ് പ്രാധാന്യം. ഓണത്തിൻ്റെ പോലെ പുതുവസ്ത്രങ്ങളുടെ പ്രാധാന്യം ക്രിസ്മസിന് എടുത്ത് കാണുന്നതായി കണ്ടിട്ട് ഓർമ്മയില്ല. അതിനാൽ തന്നെ ആയിരിക്കും അങ്ങനെ പുതുവസ്ത്രങ്ങൾ വാങ്ങണമെന്നുള്ള താല്പര്യം എനിക്കും ഇല്ലായിരുന്നു. ഞാൻ ക്രിസ്മസ് ആഘോഷങ്ങൾക്കുള്ള മറ്റുള്ള വസ്തുക്കളൊക്കെ വാങ്ങിക്കൊണ്ട് വരുമായിരുന്നു. അങ്ങനെ വന്ന കൂട്ടത്തിൽ ഒരു പ്രാവശ്യം ഞാൻ ഒരു സ്റ്റാർ വാങ്ങി കൊണ്ടുവന്നു. അങ്ങനെ ഈ സ്റ്റാർ ഞാൻ വീടിൻ്റെ മുൻവശത്ത് തൂക്കാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ അച്ഛനും കൂടെ വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ക്രിസ്മസ് സ്റ്റാർ, ക്രിസ്മസ് വിളക്ക് വീടിന് മുന്നിൽ തൂക്കിയത് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നു. അങ്ങനെ ഉള്ള ആഘോഷങ്ങൾ, നമ്മളുടെ ഇന്ത്യയിൽ നമ്മൾ ആഘോഷിക്കുന്ന ആഘോഷങ്ങളൊക്കെ തന്നെ മറ്റുള്ള തലമുറകളിലേക്ക്, പിന്നീട് വരുന്ന തലമുറകളിലേക്ക് മാറി മാറി കൈമാറിയാണ് ഈ ആഘോഷങ്ങളുടെ ആചാരങ്ങൾ പോവുക. അങ്ങനെയാണ് പുതിയ കുട്ടികളും പിന്നെ അവരുടെ കുട്ടികളും പുതു തലമുറകളിലേക്ക് ഈ ആചാരങ്ങൾ മാറി മാറി പോകുന്നത് ഇങ്ങനെയാണ് എന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലാകുന്നു. കാരണം ഇപ്പോൾ എല്ലാ ക്രിസ്മസും വരുമ്പോൾ ഞാൻ ഒരു കേക്ക് വാങ്ങാൻ ശ്രമിക്കാറുണ്ട്. ക്രിസ്മസ് ആകുമ്പോൾ എൻ്റെ അച്ഛൻ പാക്കറ്റിൽ കേക്ക് ആയിട്ടുള്ള പാക്കറ്റ് കയ്യിൽ തൂക്കി നടന്നു വരുന്ന ഒരു രൂപമാണ് എൻ്റെ മനസ്സിലുണ്ടാകുക. അതിനാൽ തന്നെ എല്ലാ ക്രിസ്മസിനും ഒരു കേക്ക് വാങ്ങുവാൻ വേണ്ടിയിട്ടും ഞാനും ശ്രമിക്കാറുണ്ട്. വീണ്ടും കാണാം അടുത്ത വിശേഷവുമായി. നമസ്കാരം.